കോഴിക്കോട് ചേളന്നൂർ പൊഴിക്കാവ് കുന്നിലെ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം. മണ്ണെടുക്കുന്ന വാഹനം നാട്ടുകാർ തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളും. ദേശീയപാതയ്ക്കായി മണ്ണെടുക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അസ്ലം, ചേളന്നൂരിലെ ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് ഏറെ കാലമായി. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? കോഴിക്കാവിൽ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ പ്രദേശത്ത് പ്രതിഷേധം മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കളക്ടറുടെ ചർച്ചകൾ നടത്തി. അതേസമയം ഹൈക്കോടതിയിൽ പ്രദേശവാസികൾ പോവുകയും ചെയ്തു. ഹൈക്കോടതി അല്ലെങ്കിൽ മണ്ണെടുക്കുന്ന തടസ്സമൊന്നും വരുത്തിയില്ല. അതേസമയം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മണ്ണെടുക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അതേസമയം ഇന്നലെ പോലെ തന്നെ പോലീസ് സംരക്ഷണയിൽ അങ്ങനെ വാഹനത്തിൽ മണ്ണെടുത്ത് പോവുകയായിരുന്നു. ഇന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാവുകയും വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസും നാട്ടുകാരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോയത്. സ്ത്രീകളെ അടക്കം മർദ്ദിച്ചു, അല്ലെങ്കിൽ അവർ മാറ്റി നിർത്തി എന്നാണ് പറയുന്നത്. എന്താ ശരിക്കും സംഭവിച്ചപ്പോ നിങ്ങൾ പ്രതിഷേധത്തിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഞങ്ങൾ സമാധാനപരമായിട്ട് ജാതിയായിട്ട് വന്ന ആൾക്കാരാണ്. പെട്ടെന്ന് പോലീസ് ഞങ്ങളെ തടയുകയും പിന്നെ അവരാണ് ഞങ്ങളോട് ഞങ്ങളെ മേലേക്ക് കയറുന്നവർ കളിക്കുന്നത്. അതായത് ഞങ്ങളെ മെമ്പറൊക്കെ പിടിച്ച് വലിച്ച് ചവിട്ടുകയൊക്കെ ചെയ്ത് ഞാനും അത് അവളും കൂടിയാണ് കൈ കോർത്ത് പിടിച്ചിട്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ല അവർ പിടിച്ചിട്ട് മാഷ നിലത്തൂടെ വലിച്ച് കഴിച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. കാരണം ഇവർ മനുഷ്യന്മാരല്ല ഇവർ ചെയ്യുന്നത്. കാരണം ഒരു മനുഷ്യനെ ഇട്ടുങ്ങാട്ട് ഇവർ ഇങ്ങനെ അത്രയും ഇതായിട്ട് ചെയ്യുന്നത്. പിന്നെ അതാ ഞങ്ങളപ്പുറം ഈ ലേഡീസിന് എങ്ങനെയാണ് ഒരു ചെയ്യുക? ഞങ്ങളെ മെമ്പറെ പിടിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ പിടിച്ചത്. ഞങ്ങൾ ലേഡീസിന് പുരുഷന്മാരായ പോലീസാണ് ഞങ്ങൾ ഇതാക്കിയത്. പോലീസ് നിന്നും കണ്ടത് ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളത്. കുറച്ചാടെ ഈ നെഞ്ഞ ഭാഗത്ത് കുത്ത് കിട്ടിയ മുട്ട് കൈകൊണ്ടോ ഞങ്ങൾ കുത്ത് കിട്ടിയത്. പക്ഷെ ഞങ്ങളെ മെമ്പറെ വിട്ടിക്കില്ല. മെമ്പർ 2 കഷ്ണമാകുന്നു. ഓരും പിടിക്കുന്നുണ്ട്, ഞങ്ങൾ പിടിക്കുന്നുണ്ട്. അപ്പൊ ഓൻ എന്തായാലും വിടില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ ഞങ്ങൾ വിട്ടു കൊടുത്തതാ. എന്താ മാഷക്ക് അത്ര പറ്റിയിട്ടുണ്ട് ഞങ്ങളെ മാഷക്ക്. ചവിട്ടി ഞാൻ പിടിച്ചുണ്ടി. അപ്പൊ ബേക്ക് കൂടെ ചെറുപ്പക്കാരെ മക്കളെയൊക്കെ ഇടുക്കിയ ബേക്ക് കൂടെ വന്നിട്ട് അപ്പൊ വിലൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടായതാ. ചവിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പിടിച്ചുണ്ടി ഓരോ അടി എനിക്ക് കിട്ടിയിരിക്കുന്നു. ഇവിടെ ഇത് പറ്റിയിട്ടുണ്ട്. 4-5 ഒരുമിച്ച് ഇവരെ അടിയിലായി പോയി. ഇവര് വേറെ ഒരാളൊക്കെ അടിയിലായി പോയതാണ്. പ്രതിഷേധത്തിൽ അതായത് നേരത്തെ തന്നെ ജനകീയ സമിതിയുടെ പ്രതിഷേധമുണ്ട്. അതേസമയം ആ പ്രതിഷേധങ്ങൾ മറികടന്നുകൊണ്ട് വീണ്ടും മണ്ണെടുപ്പ് തുടങ്ങിയതാണ് അതിലേക്ക് നയിച്ചത്. നിങ്ങളാണോ ഈ പേര്? സുരേഷ് കുമാർ. എന്താ ശരിക്കും സംഭവിച്ചത്? പോലീസ് ഞങ്ങള് പ്രതിഷേധിച്ച് ജാഥയായിട്ട് വരികയാണ്. അപ്പൊ ജാഥ തടഞ്ഞു നിർത്തി പിന്നെ അറസ്റ്റ് ചെയ്യാൻ. ഞങ്ങള് വണ്ടി തടയോ ഒന്നും ചെയ്തിട്ടില്ല. റോഡിലൂടെ സാധാരണ ജാഥ നടത്താൻ മാത്രമേ ചെയ്തത്. അപ്പൊ വീണ്ടും അവിടുന്ന് റോഡിലൂടെ വലിച്ചഴിച്ച് കുറെ ദൂരം വലിച്ചഴിച്ച് കുറെ ദൂരം കൊണ്ടുവന്നു 2 കാലും പിടിച്ച് വലിച്ചു വേണം. ശരിക്കും ഇവിടെ മണ്ണെടുക്കാൻ ഇപ്പോ തടസ്സമില്ല, നിയമപരമായ തടസ്സം ഇല്ലല്ലോ. ശരിക്കും നിബന്ധനകൾ പാലിക്കാത്തത് കൊണ്ടായിരുന്നു ജിയോളജിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ജിയോളജി അവർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് കലക്ടർ ഓർഡർ ഒന്നുമില്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 15-ാം തീയതി വരെ തൽസ്ഥിതി തുടരാനാണ് ഹൈക്കോടതി പറഞ്ഞത്. അത് ലംഘിച്ചുകൊണ്ടാണ് കലക്ടർ ഓർഡർ കൊടുത്തെന്ന് പറഞ്ഞത്. ഓർഡറിന്റെ യാതൊരു കോപ്പിയും ഒന്നുമില്ല. പ്രതിഷേധം തുടരും. ഇതാണ് ഇവിടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ജനകീയ സമരസമിതിയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ നേതൃത്വം നൽകിയാണ് പ്രതിഷേധം നടക്കുന്നത്. അതേസമയം വാഗയാട് ഈ ഒരു ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ടാണ് മണ്ണെടുപ്പ് നടക്കുന്നത്. വാഗയാട് എന്ന് പറയുന്ന കരാർ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അവർ പറയുന്ന കാര്യം ഇതിൽ ഹൈക്കോടതി മണ്ണെടുപ്പ് തടഞ്ഞിട്ടില്ല, പകരം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറും തങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും കോടതിയുടെയും അതോടൊപ്പം തന്നെ കളക്ടറുടെ അനുമതിയുള്ള സാഹചര്യത്തിൽ പോലീസിന്റെ സുരക്ഷയിൽ മണ്ണെടുപ്പ് നിലവിൽ തുടരുകയാണ് ചെയ്തത്. ഇന്ന് ജനങ്ങൾ അത് പ്രതിഷേധിക്കുകയും അതിൽ തടയുന്ന രീതിയിലേക്ക് തടഞ്ഞില്ലെന്നാണ് പറയുന്നത്. കോഴിക്കോട് ചേളന്നൂർ പൊഴിക്കാവ് കുന്നിലെ മണ്ണെടുപ്പിനെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. അവിടെ നേരത്തെയും പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. ഇന്ന് പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പോലീസിനെതിരെ വലിയ ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ